എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീൻ എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ് അല്ലേ. എന്താണ് അരിത്തമാറ്റിക് മീൻ? അതൊരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണെന്ത് അരിത്തമാറ്റിക് മീൻ. ആവറേജ് എന്താ നമുക്കറിയാം അല്ലേ. എന്താണ്? ശരാശരി അല്ലേ. ആകെ ബൈ എണ്ണം, ടോട്ടൽ ബൈ നമ്പർ. സോ അരിത്തമാറ്റിക് മീൻ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ് അല്ലേ. അതേപോലെ എന്താണ്? നമ്മളുടെ മൊത്തം ഡാറ്റയെ ഒരൊറ്റ ഫിഗർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കും എന്ത്? അരിത്തമാറ്റിക് മീൻ അല്ലേ. അതായത് നമ്മളുടെ മൊത്തം ഡാറ്റ അല്ലേ, ഹോൾ ഡാറ്റ എന്താണ്? ഒരൊറ്റ ഫിഗർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് എന്ത്? അരിത്തമാറ്റിക് മീൻ. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണെ നമ്മുടെ കോളേജിലല്ലേ കുട്ടികളുടെ ആവറേജ് ഏജ് എത്രയാണെന്ന്. അപ്പൊ നമുക്കറിയാം അല്ലേ, ഇപ്പൊ ചിലപ്പം 19 ആവാം, ചിലപ്പോൾ 20 ആവാം, ചിലപ്പോൾ 21 ആവും അല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുക്കും? നമ്മൾ കുട്ടികളുടെ ആകെ ഏജിനെ എന്ത് ചെയ്യും? നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഫിഗറിൽ പറയില്ലേ, അതായത് ചിലപ്പോൾ 90 എന്നായിരിക്കാം, ചിലപ്പം 20 എന്നായിരിക്കും അല്ലേ. അങ്ങനെ മൊത്തം ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ ഫിഗർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ അരിത്തമാറ്റിക് മീൻ 3 കേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസിലാണ്, ഒന്ന് ഡിസ്ക്രീറ്റ് സീരീസിലാണ്, ഒന്ന് കണ്ടിന്യൂസ് സീരീസിലാണ്. ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ. അപ്പം ഇഫ് x1 x2 എക്സെട്ര അപ് ടു xn ആർ n ഇൻഡിവിജ്വൽ വാല്യൂസ്, ദെൻ ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ദം ഈസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ബൈ n അല്ലേ. അതായത് നമ്മളുടെ ഇൻഡിവിജ്വൽ വാല്യൂസ് x1 x2 x3 അങ്ങനെ xn വരെ ആണെങ്കിൽ അരിത്തമാറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ബൈ n അല്ലേ. n എന്ന് എന്താണ്? നമ്പർ അല്ലേ. ആ ഇൻഡിവിജ്വൽ വാല്യൂസിന്റെ നമ്പർ ആണെന്ത്? n. സോ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? സിഗ്മ എക്സ് ബൈ എൻ അല്ലേ. അതായത് സമ്മേഷൻ സിഗ്മ എക്സ് ബൈ എൻ. സ്മോൾ n ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻഡിവിജ്വൽ വാല്യൂസിലെ മീനിലെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സിഗ്മ എക്സ് ബൈ എൻ എന്നതാണ് ടോട്ടൽ അല്ലേ. ടോട്ടൽ ബൈ നമ്പർ ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. കാൽക്കുലേറ്റ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദി ഓട്ടോഫെയർസ് ഓഫ് 10 ജേർണീസ്. 10 യാത്രകളുടെ ഓട്ടോഫെയർ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കണം. അപ്പം ഓട്ടോഫെയർസ് ഏതൊക്കെയാണ്? 10, 90, 85, 103, 11, 29, 84, 15, 35, 80. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? അരിത്തമാറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ അല്ലേ. അപ്പോൾ സിഗ്മ എക്സ് എങ്ങനെ കാണാം? എല്ലാം കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ 10 പ്ലസ് 90 പ്ലസ് 80 പ്ലസ് 103 പ്ലസ് 11 പ്ലസ് 29 പ്ലസ് 84 പ്ലസ് 15 പ്ലസ് 35 പ്ലസ് 80 അല്ലേ. ബൈ നമ്പർ എത്രയാണ്? 10 യാത്രകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ എന്താണ്? 10 ആണ്. സോ നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? 542 ബൈ 10 എന്ന് കിട്ടും. സോ 54.2 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിന്റെ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുക. സോ ഇവിടെ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് അല്ലേ. എന്താണ്? നമ്മൾ തന്ന വാല്യൂസിനല്ലേ ഒക്കെ കൂടെ എന്ത് ചെയ്യുക? സം ചെയ്യുക. അതിനെ നമ്പർ ഓഫ് വാല്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അടുത്തത് മീൻ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. ഡിസ്ക്രീറ്റ് വാല്യൂന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രീറ്റ് വാല്യൂന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യും? വാല്യൂസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഉണ്ടാവും. സപ്പോസ് നമ്മളുടെ വാല്യൂസ് ഇപ്പം x1 x2 x3 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടാവും? ഫ്രീക്വൻസീസ് ഉണ്ടാവും. അതായത് f1 f2 f3 എന്നിട്ട് എന്തുണ്ടാവും? ഫ്രീക്വൻസി ഉണ്ടാവും. ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് എന്താണ്? ഈ വാല്യൂസ് എത്ര പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് അതാണെന്ത്? അതിന്റെ ഫ്രീക്വൻസി ആണ്. ഇപ്പൊ x1 അല്ലേ, അത് എത്ര പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടാണെന്ത്? f1. x2 അത് എത്ര പ്രാവശ്യം സംഭവിച്ചതാണെന്ത്? f2 അല്ലേ. അതുപോലെ x3 എത്ര പ്രാവശ്യം സംഭവിച്ചതാണെന്ത്? f3. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡൈ ടോസ് ചെയ്യുക. അപ്പൊ ഡൈ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് വരാനുള്ളത്? 1 മുതൽ 6 വരെ വരാനുള്ളത് അല്ലേ. നമുക്ക് x1 x2 ഒക്കെ എടുക്കാം. x1 1 ആണ്, x2 2 ആണ്, x3 3 ആണ്, x4 4 ആണ്, x5 5 ആണ്, x6 6 ആണ് അല്ലേ. അപ്പൊ ഈ 1 എത്ര പ്രാവശ്യം ചിലപ്പോൾ വരുന്നുണ്ടാവും? ചിലപ്പോൾ 3 പ്രാവശ്യം ആയിരിക്കും. ചിലപ്പോൾ 2 അത് ചിലപ്പോൾ 5 പ്രാവശ്യം ആയിരിക്കും. 3 അത് ചിലപ്പോൾ 6 പ്രാവശ്യം ആയിരിക്കും. 4 അത് 1 പ്രാവശ്യം ആയിരിക്കും. അപ്പൊ ഈ ഒരു 1 അല്ലേ, അത് എത്ര പ്രാവശ്യം നമുക്ക് കിട്ടിയത്? 3 പ്രാവശ്യമാണ് കിട്ടിയത്. ഈ 2 അത് 5 പ്രാവശ്യമാണ് കിട്ടിയത് അല്ലേ. 3 അത് 6 പ്രാവശ്യമാണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു 1 അല്ലേ, അത് എത്ര പ്രാവശ്യം സംഭവിച്ചു എന്നതാണത് അതിന്റെ ഫ്രീക്വൻസി. സോ നമുക്ക് ഈ ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ എന്തുണ്ടാവും? നമുക്ക് വാല്യൂസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടാവും? ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ് അരിത്തമാറ്റിക് മീൻ കാണുക? നമ്മുടെ വാല്യൂസ് x1 x2 അല്ലേ, ഫ്രീക്വൻസി f1 f2 എന്നല്ലേ. അപ്പൊ അരിത്തമാറ്റിക് മീൻ എങ്ങനെയാണ്? x1 f1 പ്ലസ് x2 f2 പ്ലസ് എക്സെട്ര xn fn ബൈ അല്ലേ എന്താണ്? ഫ്രീക്വൻസിന്റെ സമ്മ് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn അല്ലേ.
അത് നമുക്ക് എങ്ങനെ ഇതാ സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. നമ്മൾ നേരത്തെ എന്താണ് സ്മോൾ ലെറ്റർ എൻ ആണ് ഉപയോഗിച്ചത്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഫ്രീക്വൻസിന്റെ സമ്മേഷൻ ആണ് അല്ലേ. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കാൽക്കുലേറ്റ് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പൊ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി അല്ലേ. അപ്പൊ 5 15 പ്രാവശ്യമാണ് ഒക്കെ ചെയ്യുക, 15 20 പ്രാവശ്യമാണ് അല്ലേ. അതാണ് എന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ വാല്യൂസിനൊക്കെ ഒരു ടാബുലർ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനെ ടേബിളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അല്ലേ നമ്മൾ വാല്യൂസിന് എന്ത് ചെയ്യും, നമ്മളൊരു കോളത്തിൽ റെപ്രസെന്റ് ചെയ്യും, ഫ്രീക്വൻസിനെ മറ്റൊരു കോളത്തിൽ റെപ്രസെന്റ് ചെയ്യും, ദെൻ എഫിന്റെ എക്സ് എന്ത് ചെയ്യും മറ്റൊരു കോളത്തിൽ റെപ്രസെന്റ് ചെയ്യും. സോ നമുക്ക് വാല്യൂസിലെ 5 ആണ്, അതിന്റെ ഫ്രീക്വൻസി 15 ആണ്, അതിന്റെ എഫ് എക്സ് നമുക്ക് എത്ര കിട്ടും 75 കിട്ടും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുക ഓരോന്നിന്റെയും എഫ് എക്സ് കാണാം. സോ നമുക്ക് ഫ്രീക്വൻസിന്റെ സം എത്ര കിട്ടും 250 250 കിട്ടും അല്ലേ. അതേപോലെ എഫ് എക്സിന്റെ സം എത്ര കിട്ടും 12600 കിട്ടും, 12600. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താണ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് അല്ലേ. അപ്പൊ സിഗ്മ എഫ് എക്സ് എത്രയാണ് നമുക്കറിയാം അല്ലേ 12600 ആണ്. അപ്പൊ അത് 12600 എഴുതുക ബൈ അല്ലേ എത്രയാണ് ഫ്രീക്വൻസിന്റെ സം എത്രയാണ് 250 അല്ലേ. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 50.4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ നമ്മൾ കാണാം. ഇനി ഇതേപോലെ നമുക്ക് കണ്ടിന്യൂസ് സീരീസിലും അരിത്തമാറ്റിക് മീൻ കാണണം. കണ്ടിന്യൂസ് സീരീസിൽ നമുക്കിവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് തരിക. നമ്മളുടെ വാല്യൂസിന്റെ ഒരു റേഞ്ച് ആയിരിക്കും തരിക. ആ റേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ മിഡ് വാല്യൂ കണ്ടിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. സോ നമുക്ക് തന്നെ റേഞ്ച് ഓഫ് വാല്യൂസിന്റെ മിഡ് വാല്യൂ കണ്ടിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുലയിൽ തന്നെയാണ് എന്ത് ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ ഉപയോഗിക്കുക. ഏതാണ് സിഗ്മ എഫ് എക്സ് ബൈ എൻ അല്ലേ. ഇവിടെ നമ്മൾ എക്സ് എന്ത് ചെയ്യും നമ്മൾ മിഡ് വാല്യൂ വെച്ച് കണ്ടുപിടിക്കും, ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്ക് നോക്കാം ഫൈൻഡ് ദി അരിത്തമാറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്ത് ചെയ്യണം നമുക്ക് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നോക്കുക അവിടെ ഉണ്ടാവും വാല്യൂസിന്റെ ഒരു റേഞ്ച് ആണ് തന്നത് അല്ലേ. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, അങ്ങനെ എന്താണ് ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആണ് നമുക്ക് തരുന്നത്. ദെൻ ഏജ് നമ്പർ ഓഫ് പേഴ്സൺ ഡൈയിങ് അല്ലേ, ഇതാണ് അതിന്റെ ഫ്രീക്വൻസി അല്ലേ 15 30 53 എന്നിട്ട് ഇതാണ് ഫ്രീക്വൻസി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടേബിളിലേക്ക് മാറ്റാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ഏജിനെ റെപ്രസെന്റ് ചെയ്ത് ദെൻ ഫ്രീക്വൻസി കൊടുത്തു അല്ലേ. ദെൻ നമുക്ക് ഈ ഒരു ഏജിന് എന്ത് ചെയ്യണം നമുക്ക് മിഡ് വാല്യൂ കാണാം. അപ്പൊ മിഡ് വാല്യൂ കാണാൻ വളരെ സിമ്പിൾ ആണല്ലേ. എന്ത് ചെയ്യണം 0 അല്ലേ 0 പ്ലസ് 10/2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും 5 എന്ന് കിട്ടും. അതേപോലെ എന്താണ് 10 പ്ലസ് 20/2 അല്ലേ 15 കിട്ടും. ഇങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ മിഡ് വാല്യൂ എക്സ് കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക എഫ് എക്സ് കാണാം അല്ലേ എഫ് എക്സ്. അപ്പോൾ ഈ എഫിനെയും ഈ എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഫ് എക്സ് കാണാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക ഈ എഫ് എക്സിന്റെ സം എടുക്കുക അല്ലേ. അത് എത്രയാണ് 31875 ആണ് അല്ലേ. അതേപോലെ ഫ്രീക്വൻസിന്റെ സം എത്ര വരും 623 വരും. ദെൻ നമ്മളുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ അല്ലേ. അപ്പോൾ സിഗ്മ എഫ് എക്സ് എത്രയാണ് 31875 ആണ്. ദെൻ നമ്മുടെ എൻ എത്രയാണ് 623 ആണ് അല്ലേ. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത് 51.16 years എന്ന് കിട്ടും. ഇതാണ് അരിത്തമാറ്റിക് മീൻ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമാറ്റിക് മീൻ കാണാം. അപ്പോൾ ഇവിടെ നേരത്തെ ചെറിയൊരു മാറ്റങ്ങൾ എന്ത് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു സീരീസ് ഓഫ് വാല്യൂ തരും, അതിന്റെ മിഡ് വാല്യൂ എന്ത് ചെയ്യും നമ്മൾ എടുക്കും, എന്നിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക.